നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കാലത്തായിട്ട് വന്ന ഹൈക്കോടതി വിധി പ്രകാരം വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് വന്ന കോടതി വിധി പ്രകാരം വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് സംബന്ധിച്ച് ഇനി RTO സംബന്ധമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള നിയമ തടസ്സമുണ്ടാവുമോ, അല്ലെങ്കിൽ MPD ഫൈൻ ഈടാക്കുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബ്ലാക്ക് ലിസ്റ്റ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ പലർക്കും വ്യക്തമായിട്ടൊരു ധാരണയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനു മുന്നേ നമ്മുടെ വാഹനത്തിൽ ഏത് തരം കൂളിംഗ് ഫിലിമാണ് ഒട്ടിക്കേണ്ടതെന്ന് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ആൻസർ, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് RTO അപ്രൂവ്ഡ് സൺ ഫിലിം ഫോർ കാർ അലൗഡ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ആൻസർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാം. ആസ് പെർ RTO റൂൾസ്, കാർ വിൻഡോ ഇൻ ഇന്ത്യ മസ്റ്റ് ഹാവ് എ വിസിബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 70% ഫോർ ദ ഫ്രണ്ട് ആൻഡ് റിയർ ഗ്ലാസ് ഓഫ് യുവർ കാർ ആൻഡ് 50% ഫോർ ദ വിൻഡോസ്. ഇഫ് യു മേക്ക് എനി ചേഞ്ചസ് ഫോർ യുവർ വിൻഡോസ് ബൈ യൂസിങ് ഡാർക്ക് ഫിലിം reduce visibility below the prescribed limit. It is regarded as legal. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുന്നിലും പിന്നിലും 70% വിസിബിലിറ്റി ഉള്ള സൺ ഫിലിം ഒട്ടിക്കാം. അതുകൂടാതെ വശങ്ങളിൽ 50% വിസിബിലിറ്റി ഉള്ള കൂളിംഗ് ഫിലിമും നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. പക്ഷേ അതിന് മുകളിലോട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പെർസെൻറ്റേജിന് മുകളിലോട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ട് കണക്കാക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ നമുക്ക് മനസ്സിലാക്കാം. അതായത് RTO നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെ കാറിൻ്റെ വിൻഡോകൾക്ക്, നിങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ട് ആൻഡ് റിയർ ഗ്ലാസുകൾക്ക് കുറഞ്ഞത് 70%, വിൻഡോകൾക്ക് 50% വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചിത പരിധിയിൽ താഴെയുള്ള ദൃശ്യാപാരത കുറയ്ക്കുന്നതിന് ഇരുണ്ട ഫിലിമുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കാറിൻ്റെ വിൻഡോകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 70% മുന്നിലും പിന്നിലും കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് കൂടാതെ തന്നെ വശങ്ങളിൽ 50% വിസിബിലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായിട്ട്, അതായത് ഈ പെർസെൻറ്റേജ് കൂളിംഗ് ഫിലിമിന് ഇത്ര പെർസെൻറ്റേജ് വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് മുകളിലോട്ട് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ഓൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും അത് അറിയില്ല. അപ്പം നിങ്ങൾ കൂളിംഗ് ഫിലിമോ അല്ലെങ്കിൽ സൺ ഫിലിമോ ഒട്ടിക്കാൻ പോകുന്ന സമയത്ത് വ്യക്തമായിട്ട് ആ ഒട്ടിക്കാൻ പോകുന്ന ഷോപ്പിൽ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും MPDയുടെ RTOയുടെ നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ RTO ഓഫീസിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചിട്ട് എത്ര പെർസെൻറ്റേജാണ് വിസിബിലിറ്റി, എത്ര പെർസെൻറ്റേജ് നമ്മുടെ ഡോറിൽ ഒട്ടിക്കാം, ഏത് കളർ ഒട്ടിക്കാമെന്ന് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ കോടതി വിധി പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന മുന്നിലും പിന്നിലും 70%, വശങ്ങളിൽ 50% വിസിബിലിറ്റി ഉള്ള കൂളിംഗ് ഫിലിം മാത്രമേ ഒട്ടിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ അതിന് മുകളിലോട്ട് ഒട്ടിക്കുമ്പോൾ പല രീതിയിലുള്ള ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടാക്സി യൂസ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ടെസ്റ്റിന് പോകുന്ന സമയത്ത് വ്യക്തമായിട്ട് RTO അത് പരിശോധിക്കും. അതുപോലെ തന്നെ MPD മറ്റ് വാഹനങ്ങളിൽ, പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിലും വീട്ടിൽ യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ കൂടിയും നമ്മുടെ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ കൂടിയും ചെക്കിങ്, ഇൻസ്പെക്ഷനോ എന്തെങ്കിലും ചെക്കിങ്ങോ എന്തെങ്കിലും വരുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം നോക്കും. അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കണം. കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് 70% മുന്നിലും പിന്നിലും വിസിബിലിറ്റി ഉള്ളതും വശങ്ങളിൽ വിൻഡോകൾക്ക് 50% വിസിബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിലോട്ട്, അതായത് ഈ വിസിബിലിറ്റിയിൽ മുകളിലോട്ട് എന്തെങ്കിലും നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി അത് തെറ്റാണത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിയില്ലാത്ത എല്ലാവരും ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും കേട്ട് മനസ്സിലാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള RTO ഓഫീസിൽ വിളിച്ച് ചോദിച്ച് അതിൻ്റെ സംശയ നിവാരണം വരുത്തിയിട്ട് കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും തിരക്ക് കൂടുതലാണ്, കൂളിംഗ് പേപ്പർ ഒട്ടിക്കാനായിട്ട് തിരക്ക് കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഒട്ടിച്ച് വന്നതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് പ്രകാരം അല്ലാത്ത കൂളിംഗ് പേപ്പർ ആണെങ്കിൽ അത് ചിലപ്പോൾ അത് ഫൈൻ ഈടാക്കുവാനും നിയമ നടപടിക്ക് സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
എല്ലാ വാഹന ഉടമകളുടെയും അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ.